ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഇന്ന് നമുക്ക് ഹാൻഡ് എംബ്രോയിഡറിയുടെ ഒപ്പം തന്നെ ഇടയ്ക്ക് നമുക്ക് സ്വല്പമായിട്ടൊരു ബീഡ്സ് വർക്കാണ് ചെയ്യാൻ പോകുന്നത്. ബീഡ്സ് വർക്ക് എന്ന് പറഞ്ഞാൽ ഹാൻഡ് എംബ്രോയിഡറി ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ ഇടയ്ക്കായിട്ട് ചെയ്യാനായിട്ടൊരു ചെറിയ ചെറിയ ബീഡ്സ് വർക്കുകളൂടെ ഉണ്ടെങ്കിൽ ഒരു ഹാൻഡ് എംബ്രോയിഡറിക്ക് ഒരു എടുപ്പ് കൂടുന്നതാണ്. അങ്ങനെ ചെയ്യാനായിട്ട് സ്വല്പം ബീഡ്സ് വർക്ക് കൂടെ നമുക്ക് കാണാം. ബീഡ്സ് സാധാരണ കിട്ടുന്ന ബീഡ്സുകളെ പറ്റിയൊക്കെ ഞാൻ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. എൻ്റെ കയ്യിലുള്ള കുറച്ച് ബീഡ്സുകളേ ഉള്ളൂ, അത് ഉള്ളത് ഞാൻ കാണിച്ചു തരാം. ഷുഗർ ബീഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഞ്ചസാര മുത്തെന്ന് പറയും. അതാണ്. ഇതുണ്ടല്ലേ, തീരെ ചെറിയ ഹോളാണ് ഇതിന്. തീരെ ചെറിയ ഹോളുള്ള ഇതുണ്ടല്ലേ, ഇത് ഡാർക്ക് കളറിലാണ്. അതിൻ്റെ തന്നെ ഗോൾഡൻ കളറിൽ കിട്ടും, സിൽവർ കളറിൽ കിട്ടും, ഒത്തിരി നിറങ്ങളിൽ ഇത് കിട്ടുന്നതാണ്. നമുക്ക് ഈ ഡ്രസ്സിനനുസരിച്ച് ഏത് ഗോൾഡന് ഈ നിറമൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുമാതിരിപ്പെട്ട ഏത് ഡ്രസ്സുകൾക്കും വെക്കാവുന്നതാണ്. മറ്റുള്ള നിറങ്ങൾ ഡ്രസ്സിൻ്റെ അനുസരിച്ച് നമുക്ക് മാറ്റി വെക്കാവുന്നതാണ്. ഇതാണ് ഷുഗർ ബീഡ്സ് കണ്ടില്ലേ, ഇത് തീരെ ചെറിയ ഹോളാണ്. അതൊരു ഉരുണ്ട ഷേപ്പാണ്, പഞ്ചസാര മുത്തെന്ന് പറയും. ഇത് ഷുഗർ ബീഡ്സ്, ഇതിൻ്റെ എല്ലാ നിറങ്ങളും അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ ഇത് കട്ട് ബീഡ്സ് എന്ന് പറഞ്ഞാൽ ട്യൂബ് പോലെയുള്ളത് മുറിച്ച് എടുത്ത പോലെയാണ് ഇതിൻ്റെ ഷേപ്പ്. അതുകൊണ്ട് തന്നെ ഇതിന് കട്ട് ട്യൂബ് ബീഡ്സ് എന്നാണ് ഇതിന് പറയുന്നത്. അതും ഇങ്ങനെ ഇതേപോലെ തന്നെ പല പല കളറുകളിലും പല ഈ വലുപ്പത്തിലും ലഭിക്കുന്നതാണ്. ഇത് തീരെ ചെറിയ, ഇത് ഗോൾഡൻ കളറാണ്, തീരെ ചെറിയ ഹോളുള്ള കട്ട് ബീഡ്സ് ആണ്. എന്നാൽ ഈ കാണുന്നതെന്ന് പറഞ്ഞാൽ സ്വല്പം കൂടെ ഹോള് വലുതും വലുപ്പം കൂടിയതുമായ കട്ട് ബീഡ്സ് ആണ്. അങ്ങനെ കട്ട് ബീഡ്സ് തന്നെ വലുപ്പത്തിലും വ്യത്യാസമുണ്ട്, പല പല നിറങ്ങളിലും കട്ട് ബീഡ്സ് ലഭ്യമാണ്. അതുപോലെ തന്നെ പേൾ ബീഡ്സും കിട്ടുന്നതാണ്. പേൾ ബീഡ്സ് നമുക്ക് ഏത് നിറങ്ങളിൽ വേണമെങ്കിലും കിട്ടുന്നതാണ്. പേൾ ബീഡ്സും ഇതുപോലത്തെ ചെറിയത്. അപ്പോൾ ഇതൊക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് വേറെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അതിനായിട്ടുള്ള നീഡിലെന്ന് പറഞ്ഞാൽ മെഷീനിൽ സ്റ്റിച്ച് ചെയ്യുന്ന ഈ നൂലാണ് യൂസ് ചെയ്യുന്നത്. 12 നമ്പർ നീഡിൽ നിന്നാണ്. ഇതിപ്പം അങ്ങനെ എംബ്രോയിഡറി സ്റ്റിച്ചിങ് ഐറ്റംസ് ഒക്കെ കിട്ടുന്ന കടകളിൽ കിട്ടുന്നതാണ്. ഇത് 12 നമ്പർ നീഡിലാണ്. ഇതിൻ്റെ ഹോളെന്ന് പറഞ്ഞാൽ തീരെ, ഇത് ഇച്ചിരി കോർക്കണമെങ്കിലും ഇച്ചിരി പ്രയാസമാണ്. അതുപോലെ തീരെ ചെറിയ ഹോളാണ്. 12 നമ്പർ നീഡിൽ കൂടെ ഏത് ഇതാണെങ്കിലും, ഏത് ഒരുമാതിരിപ്പെട്ട നല്ല ഏത് ചെറിയ ഇതാണെങ്കിലും 12 നമ്പറിൽ കൂടെ കടന്നു പോകും. അതേസമയം നമ്മൾ 10 നമ്പറും കിട്ടും. 10 നമ്പർ ഇതിനേക്കാൾ ഒരു സ്വല്പം കൂടെ വലിയ ഹോളായിരിക്കും. അപ്പം 10 നമ്പറിൽ കൂടെ തീരെ ചെറിയ ഷുഗർ ബീഡ്സൊക്കെ കടന്നു പോകാൻ പ്രയാസമായിരിക്കും. അതേസമയം ഈ 12 നമ്പർ നീഡിൽ നമ്മൾ മേടിക്കുവാണെങ്കിൽ ഏത് ചെറിയ ബീഡ്സും അതിനകത്തൂടെ കടന്നു പോകും. 12 നമ്പർ ഒരു നീഡിൽ നമുക്ക് വേണം. പിന്നെ നമ്മുടെ സാധാ ത്രെഡ് വേണം. അതുപോലെ തന്നെ ഇതേപോലത്തെ ബീഡ്സും വേണം. ബീഡ്സ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഇങ്ങനെ ഗ്രാം കണക്കിനാണ് മേടിക്കുന്നത്. സ്റ്റിച്ചിങ് ഐറ്റംസ് ഒക്കെ കിട്ടുന്ന കടകളിലൊക്കെ ഇത് കിട്ടുന്നതാണ്. അതായത് ഗ്രാം, ഇത് കണ്ടോ, ഇതൊക്കെ 20 ഗ്രാം. ഇതിൻ്റെയൊക്കെ വില ഞാൻ കറക്റ്റ് ഓർക്കുന്നില്ല, എങ്കിലും ഒത്തിരി വിലയൊന്നും ഉള്ളതല്ല. വില പറയാൻ ഞാൻ കറക്റ്റ് ഓർക്കുന്നില്ല. അതേസമയം ഈ പേൾ ബീഡിൻ്റെ വില ഇതിൽ എഴുതിയിട്ടുണ്ട്. ഇത് എത്ര ഗ്രാം എന്ന് അറിയില്ല. ഈ ഒരു പാക്കറ്റിന് 15 രൂപ എന്ന് ഒരു പാക്കറ്റ്. ഇതിൽ നിറയെ ഉണ്ടായിരുന്നതാണ്, ഇതെടുത്താണ് ഇതിൻ്റെ ബാലൻസ് കിടക്കുന്നത്. അതുപോലെ ഞാനിത് യൂസ് ചെയ്തതാണ്. ഈ ഒരു പാക്കറ്റിന് 15 രൂപ. അതുപോലെ അതുപോലൊക്കെ റേഞ്ച് വരുള്ളൂ, അല്ല ഒത്തിരി വില വരുന്നതല്ല. ഇതേപോലെയുള്ള ബീഡ്സുകൾ മേടിച്ചാൽ നമ്മൾ ഇങ്ങനെയുള്ള ചെറിയ കണ്ടെയ്നറുകളിലാക്കി വയ്ക്കുക. അല്ല ഇങ്ങനെയുള്ള ചെറിയ ഡബ്ബകളിലാക്കി വെച്ചില്ലെങ്കിൽ നമുക്ക് ഈ ബീഡ്സ് നഷ്ടപ്പെട്ടു പോകും. കാരണം ഈ ഒരു പാക്കറ്റ് പൊട്ടിച്ച് കഴിഞ്ഞാൽ താഴോട്ടൊക്കെ വീണ് കഴിഞ്ഞാൽ തീർന്നു. അതുകൊണ്ട് ഇതുപോലെയുള്ള ചെറിയ അടപ്പുകളുള്ള ചെറിയ പാത്രങ്ങൾ കിട്ടുമല്ലോ, അങ്ങനെയുള്ളതിനകത്ത് ഇതൊക്കെ കണ്ടെയ്നറുകളിലാക്കി വയ്ക്കുക. അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോഴും സൗകര്യമുണ്ട്. കാരണം ഇതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അടപ്പിലോട്ട് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞ് നമുക്ക് നീഡിൽ നിന്ന് ഇച്ചിരി കൂടെ പരിചയമായി കഴിയുമ്പോൾ ഇത് കണ്ടില്ലേ, ഇങ്ങനെ ഇതിൽ നിന്ന് തന്നെ നമുക്ക് കോർത്ത് കണ്ടില്ലേ. ഇപ്പോൾ 3 എണ്ണം കോർക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ബീഡിൽ ടച്ച് ചെയ്യാതെ തന്നെ ഇങ്ങനെ ഈ അടപ്പിൽ നിന്ന് തന്നെ നേരിട്ട് നമുക്ക് ഇങ്ങനെ നമ്മളൊന്ന് പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ അത് ഓക്കെ ആവും. ഇങ്ങനെ തന്നെ എടുക്കാം. നമുക്ക് ബീഡിൽ ടച്ച് ചെയ്യുക പോലും ചെയ്യാതെ ഇങ്ങനെ അടപ്പുകളിലൊക്കെ വെച്ചിട്ട് ഇങ്ങനെ നമുക്ക് എടുക്കാവുന്നതാണ്. കണ്ടില്ലേ, ഇതിങ്ങനെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പം ഈ ബീഡ് വർക്കുകൾ ചെയ്യാൻ വേണ്ട ഇത്രയും സംഭവങ്ങളേ ഉള്ളൂ. ഗോൾഡൻ, സിൽവർ, പേൾ ബീഡ്, ഇങ്ങനെയൊക്കെയുള്ള കുറേ കോമൺ ആയിട്ടുള്ള കുറേ മേടിച്ച് വെച്ചാൽ മതി. പിന്നെ അല്ലെങ്കിൽ നമുക്ക് ഡ്രസ്സിൻ്റെ അനുസരിച്ച് മേടിച്ചാൽ ആ ഒരു ഇതിനായിട്ട് യൂസ് ചെയ്യാം. ഇങ്ങനെ ഇതെന്നൊക്കെ പറഞ്ഞാൽ ഏതിനും പൊതുവായിട്ട് ഉപയോഗിക്കാവുന്ന കുറച്ച് ബീഡ്സുകളാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ഉള്ളത് മേടിച്ച് വെച്ചിരിക്കുന്നത്. നമുക്ക് ഏതിന് വേണമെങ്കിലും കുറച്ചായിട്ട് ഉപയോഗിക്കാം. അങ്ങനെ ഇതുപോലെ എടുത്ത് വെച്ചിരിക്കുകയാണ്. ഷുഗർ ബീഡ്സ് ചെയ്യാനായിട്ട് ഒരു ലൈൻ വരച്ചിരിക്കുക. ആ ലൈനിലാണ് ഞാൻ ചെയ്ത് കാണിക്കുന്നത്. നമ്മൾ വർക്കിലൊക്കെ ചെയ്യുമ്പോൾ ലൈനിട്ടോ നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഇവിടെ ഞാൻ ഈ സ്റ്റിച്ച് ബോർഡിൽ ലൈനിലാണ് ചെയ്ത് കാണിക്കുന്നത്. ലൈനിൽ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാ മിഷൻ നൂല് അടിയിൽ ഇങ്ങനെ ഒരു സ്വല്പം കെട്ടിട്ട് വെച്ചിരിക്കുന്നു. നീഡിൽ നമ്പർ 12 ആണ് എടുത്തിരിക്കുന്നത്. അത് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ആദ്യം തുടക്കം നേരെ തുടങ്ങി പിന്നെ നമ്മൾ ബാക്ക് സ്റ്റിച്ചിലാണ് ചെയ്യുന്നത്. ആദ്യം ഞാൻ തുടക്കം ഇങ്ങനെ സാധാ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്ന പോലെ റണ്ണിങ് സ്റ്റിച്ചിനൊക്കെ കുത്തുന്ന പോലെ കുത്തുന്നു. ശേഷം ഒരു 3 ബീഡ്സ് എടുക്കുകയാണ്. 3 ബീഡ്സ് ഇങ്ങനെ സൂചി ഇങ്ങനെ കുത്തിയാൽ ഇതിൻ്റെ ഈ അടപ്പിൽ വെച്ചിട്ട് ഇങ്ങനെ എടുക്കുമ്പോൾ എളുപ്പമുണ്ട്. ഒരു 3 എണ്ണം കുത്തിയ ശേഷം ആ 3 എണ്ണത്തിൻ്റെ ഒരു സ്പേസ്
ഇതുണ്ടല്ലേ, ആ 3 സ്പേസ് എന്ന് പറയുമ്പോൾ ഇത്രയും ഒരു സ്പേസാണ്. അതിന് ശേഷം ഞാൻ താഴേക്ക് കുത്തി ഇറക്കി, നമ്മുടെ റണ്ണിങ് സ്റ്റിച്ച് പോലെ തന്നെ കുത്തി വിട്ടു. അപ്പോൾ ഇത്രയും വന്നു. ഇനിയിപ്പോൾ അടുത്തതെന്ന് പറഞ്ഞാൽ അടുത്ത ചെയ്യാൻ പോകുന്നത് നമ്മൾ ബാക്ക് സ്റ്റിച്ചിലാണ്. ബാക്ക് സ്റ്റിച്ച് ചെയ്യുന്നത് നമ്മൾ കാണിച്ചു തന്നിട്ടുണ്ടല്ലോ. എത്രയും നമുക്ക് ഈ ഒരു 3 ബീഡ്സാണ് ഇനിയും നമ്മൾ കോർക്കാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു 3 ബീഡ്സിൻ്റെ വലുപ്പം എത്രയും വരുമെന്ന് നമുക്ക് ആദ്യം ഒന്ന് കുത്തിയപ്പോൾ മനസ്സിലായല്ലോ. ഈ ഏകദേശം ഒരു ഡിസ്റ്റൻസാണ് ഞാൻ കണക്ക് കൂട്ടി മുന്നോട്ട് കുത്തിയ ശേഷം ഇനിയിപ്പോൾ 3 ബീഡ്സ് നമ്മൾ എടുക്കുകയാണ്. 3 ബീഡ്സ് എടുത്തു. 3 ബീഡ്സ് എടുത്ത ശേഷം ഇനിയിപ്പോൾ ഇതിവിടെ വരെ കൊണ്ടുവന്ന ശേഷം നമ്മൾ തൊട്ട് മുന്നേ ചെയ്ത ഈ 3 ഒരെണ്ണത്തിൽ കൂടെ, ഒരെണ്ണത്തിലോ 2 കയറുമ്പോൾ 2 കയറിപ്പോയാൽ സാരമില്ല, ഓക്കെ, അതിലൂടെ കയറ്റിയാണ് നമ്മൾ ഇനിയിപ്പോൾ താഴേക്ക് കുത്തുന്നത്. 1 കയറ്റിയാൽ മതി, പക്ഷേ നമ്മൾ ചെയ്തു പോകുമ്പോൾ 2 കയറി പോകുന്നെങ്കിൽ ഓക്കെ, അങ്ങനെ കുഴപ്പമില്ല. അപ്പോൾ നമ്മളുടെ ഈ സ്റ്റിച്ചിനൊരു കണ്ടില്ലേ, വേറിട്ട് നിൽക്കുകയില്ല. കാരണം ബാക്കിലത്തെ 3 സെപ്പറേറ്റ് ആയിട്ട് പോവുകയില്ല, കണ്ടിന്യൂസ് ആയിട്ട് പോകാൻ സഹായിക്കുന്ന ഇങ്ങനെ ചെയ്യുമ്പോഴാണ്. ഇനിയിപ്പോൾ പിന്നെയും അടുത്ത ഒരു 3 സ്പേസ് കണ്ടുകൊണ്ട് ഇങ്ങനെ ഈ നമ്മുടെ ലൈനിൽ കുത്തി അതേപോലെ തന്നെ 3 എടുക്കുകയാണ്. 3 എടുത്തു. 3 എടുത്ത ശേഷം നമ്മൾ ഇതിങ്ങനെ കൊണ്ടുപോയ ശേഷം തൊട്ട് പുറയിലുള്ള 1 കുത്തിയാൽ മതി. ഞാൻ പറഞ്ഞല്ലോ, കുത്തുമ്പോൾ ചിലപ്പോൾ 2 കയറിപ്പോയെങ്കിൽ ഓക്കെ, അത് പ്രശ്നമൊന്നുമില്ലല്ലോ, അങ്ങനെ ചെയ്യുക. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇതാണ് ഷുഗർ ബീഡിൻ്റെ വർക്ക്. ഷുഗർ ബീഡ് ഇങ്ങനെ നമുക്ക് അപ്പോൾ ബാക്കിൽ ഇതേപോലെ വരും. ബാക്ക് സ്റ്റിച്ചിൻ്റെ സ്റ്റിച്ചിങ് ആണ് നമ്മൾ ചെയ്തു പോകുന്നത്. പക്ഷേ ഇത് സാധാരണ നൂലിലാണ് ചെയ്യുന്നതെന്നേ ഉള്ളൂ. ഇനിയും അതുപോലെ തന്നെ മുന്നോട്ട് ആ ഒരു 3 ബീഡ്സിനുള്ള ഡിസ്റ്റൻസ് കണ്ടെത്തി 3 ബീഡ്സ് കയറ്റി വിടുക. പിന്നെ മുന്നോട്ട് ചെയ്യുമ്പോഴും അതുപോലെ തന്നെ ഒരു ബീഡിൽ തൊട്ട് പുറയിലത്തെ ഒരു ബീഡിലൂടെ കയറ്റി ചെയ്യുന്നു. കണ്ടോ, ഇപ്പോൾ ഇതിനകത്ത് ഡൗട്ടൊന്നും ഇല്ലല്ലോ, ഇത് ക്ലിയർ ആയില്ലേ? ഇതിങ്ങനെയാണ് നമ്മൾ നോർമൽ നീഡിൽ കൊണ്ട് ബീഡ്സ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇത്രയും വരെ ചെയ്ത് കഴിഞ്ഞ് ലാസ്റ്റ് വെളിയിലേക്ക് നീഡിൽ ഇറക്കി കഴിയുമ്പോൾ ബാക്കി വശത്തുണ്ടല്ലേ, ഇതേപോലെയാണ് ത്രെഡ് വരുന്നത്. ഇത് ചെയ്യുമ്പോൾ ഒരു കാര്യം വേറെ ശ്രദ്ധിക്കാമെന്ന് പറഞ്ഞാൽ, നമ്മൾ ചെയ്യുന്ന ഏത് കളറിലുള്ള ബീഡ്സ് ഇട്ടാണോ ചെയ്യുന്നത് അതേ കളറിൽ ത്രെഡ് എടുക്കുവാണെങ്കിൽ, അഥവാ ഇച്ചിരി ത്രെഡ് വെളിയിൽ കണ്ടാലും അതിൻ്റെ ആ ഒരു ബുദ്ധിമുട്ട് വരികയില്ല. ഞാനിത് ഈ കളർ കൊണ്ട് ചെയ്തപ്പോൾ ഞാൻ ക്രീം കളർ അങ്ങനെയല്ല ശരിക്കും ചെയ്യേണ്ടത്. നമുക്ക് ആ ഒരു ഡാർക്ക് ബ്ലൂവിലുള്ള നൂല് കൊണ്ട് തന്നെ ചെയ്യുവാണെങ്കിൽ അതിനൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നമുക്ക് അഥവാ ത്രെഡ് ഇടയ്ക്കൂടെ കാണുവാണെങ്കിലും ആ നിറത്തിലല്ലേ കാണത്തുള്ളൂ. ഇതുണ്ടല്ലേ, ഇതിപ്പം ഇടയ്ക്ക് ത്രെഡ് കാണാനൊന്നുമില്ല, സ്ട്രൈറ്റ് ലൈനിലാണ്. സ്റ്റിച്ച് ബോർഡ് ചെയ്തുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ക്രീം ഇട്ട് ചെയ്തത്. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ കാണിക്കാൻ പോകുന്നത് കട്ട് ബീഡ്സ് വെച്ച് ചെയ്യാൻ പോകുന്നത്. കട്ട് ബീഡ്സ് ഇതുണ്ടല്ലേ, കട്ട് ബീഡ്സ് ഇത് വലിയ കട്ട് ബീഡ്സാണ് എടുത്തേക്കുന്നത്. ചെറുതെന്ന് പറഞ്ഞാൽ ഇതിനേക്കാൾ ഒരു സ്വല്പം കൂടെ വലിപ്പ വ്യത്യാസമേ ഉള്ളൂ. ഇതിൻ്റെ ഹോൾ ഇച്ചിരി വലുതാന്നേ ഉള്ളൂ. ബീഡ്സിന് വലിയ വലിപ്പം കൂടുതലൊന്നുമില്ല. അതും സ്റ്റാർട്ടിങ് ഞാൻ സ്ട്രൈറ്റ് നേരെ കുത്തി, ഇതേപോലെ തന്നെ നമ്മുടെ സാധാരണ ത്രെഡ് ഇട്ടാണ് ചെയ്യുന്നത്. അത് കോർത്ത ശേഷം സ്ട്രൈറ്റ് ആദ്യം ഒന്ന് കുത്തി വിടുന്നെന്ന് പറഞ്ഞാൽ ഇതും ഷുഗർ ബീഡിൻ്റെ പോലെ തന്നെ 3 ബീഡ്സാണ് നമ്മൾ എടുക്കുന്നത്. 3 ബീഡ്സ് എടുത്ത ശേഷം അത് മുന്നിലേക്ക്, അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും എത്ര ഒരു 3 എടുക്കുമ്പോൾ ഉള്ള നീളം എത്ര വരുമെന്ന്. അതിനാണ് ഞാൻ ആദ്യത്തെ സ്ട്രൈറ്റിൽ കുത്തുന്നത്. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇത്രയുമാണ് നമുക്ക് 3 വരുന്നത്. ഇനിയിപ്പോൾ ഈ ഒരു ഡിസ്റ്റൻസ് കണക്ക് കൂട്ടി മുന്നിലേക്ക് ആ ഒരു ഡിസ്റ്റൻസ് വിട്ട് നമ്മൾ കുത്തിയെടുക്കുകയാണ്. കുത്തിയെടുത്ത് ഈ 3 ബീഡ്സിന് എത്ര സ്പേസ് വരുമോ അത്രയും സ്പേസ് വിട്ടാണ് നമ്മൾ മുന്നോട്ട് കുത്തിയെടുക്കുന്നത്. കുത്തിയെടുത്ത ശേഷം വീണ്ടും അടുത്ത 3 കട്ട് ബീഡ്സുകളോട് എടുക്കുകയാണ്. 3 എടുത്തു. 3 എടുത്ത ശേഷം ഷുഗർ ബീഡിന് ചെയ്ത അതേ സംഭവം തന്നെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. തൊട്ട് ബാക്കിലുള്ള ഒരു ബീഡിനകത്തൂടെ കയറ്റിയിട്ട് നമ്മൾ താഴേക്ക് ഇറക്കുന്നു. ഇത് കണ്ടില്ലേ, ഇപ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. ത്രെഡ് വലിക്കുമ്പോൾ അത് നല്ല സ്ട്രൈറ്റിൽ വരും. ഇതുണ്ടല്ലേ, ഇനിയിപ്പോൾ പിന്നെ അതേപോലെ തന്നെ റിപ്പീറ്റ് ചെയ്യുകയാണ്. നമ്മൾ ഒരു 3 ബീഡിനുള്ള സ്പേസ് കണ്ടുകൊണ്ട് മുന്നോട്ട് കുത്തി 3 ബീഡ്സ് എടുക്കുന്നു. ഇങ്ങനെ ഇതേപോലെ അടപ്പിൽ വെച്ച് നമ്മൾ ചെയ്യുന്നതാണ് നമുക്ക് എളുപ്പം. കാരണം നമ്മൾ നേരെ കൈ കൊണ്ട് എടുത്ത് കോർക്കുമ്പോൾ ഇച്ചിരി കൂടെ താമസം വരും. ഇങ്ങനെ ഇച്ചിരി ഒന്ന് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ അതങ്ങനെ എടുക്കാൻ പറ്റുന്നതാണ്. അങ്ങനെ ചെയ്യുമ്പോഴാണ് എളുപ്പം.
കണ്ടില്ലേ ഇങ്ങനെ കുത്തി. പിന്നെ ഇത് തന്നെ ഇപ്പം മറ്റേത് ചെയ്തുകൊണ്ട് ഇത് എളുപ്പമായിരിക്കും, കാരണം ഒന്ന് കണ്ടല്ലോ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. പിന്നെ 3 എടുക്കുക, തൊട്ട് ബാക്കിലത്തതിൻ്റെ കൂട്ടി 1 2 എണ്ണത്തിൽ കൂടെ കയറിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ചെയ്യുന്നു. ഇങ്ങനെ ഇതിവിടെ വരെ ചെയ്ത് ഞാനിത് ചെയ്ത ഒരു വർക്ക് കൂടെ കാണിക്കാം. ഇത് ഷുഗർ ബീഡ്സ്, ഇതിൻ്റെ നമ്മൾ പേര് എഴുതിയില്ലായിരുന്നു. ഇത് ഷുഗർ ബീഡ് വർക്കും ഇത് കട്ട് ബീഡ് വർക്കും, ഷുഗർ ബീഡ് കട്ട് ബീഡ് വർക്കും. ഓക്കെ, എന്നപ്പോൾ ഇത് ഞാൻ ഫുള്ള് ചെയ്തിട്ട് കാണിക്കാം. ഷുഗർ ബീഡിൽ ചെയ്ത ഒരു മയിൽപ്പീലി പോലെയാണ്. ഇതിന് ഇനി വേണമെങ്കിൽ കൂടുതൽ പീലി ഇങ്ങനെ ഇത് വെച്ചാൽ കൂടുതൽ പീലി വരും. ഇത് ജസ്റ്റ് ചുമ്മാ ഒന്ന് ചെയ്തതേ ഉള്ളൂ. ഷുഗർ ബീഡിലാണ് ഇത് ഫുള്ള് ചെയ്തിരിക്കുന്നത്. ഒരു മയിൽപ്പീലിയുടെ ഷേപ്പ് ആദ്യം ഒന്ന് വരച്ച് കഴിഞ്ഞ് അതിൻ്റെ മുകളിലൂടെ ഇങ്ങനെ ഷുഗർ ബീഡ് വെച്ച് ചെയ്തിരിക്കുകയാണ്. ഇത് കട്ട് ബീഡിൽ ചെയ്ത ഒരു വർക്കാണ്. ഇത് കട്ട് ബീഡാണ് മുഴുവൻ വെച്ചിരിക്കുന്നത്. ഈ ഒരു ഷേപ്പിൽ ഇങ്ങനെ വരച്ച ശേഷം കട്ട് ബീഡ് വെച്ച് ചെയ്തിരിക്കുന്നതാണ്. ഫുള്ള് അതിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഇടയിൽ വേണമെങ്കിൽ ത്രെഡ് വർക്കുകളൊക്കെ കൊണ്ട് നമുക്ക് ഇത് ഫില്ല് ചെയ്യണമെങ്കിൽ ഫില്ല് ചെയ്യാം. ഔട്ട്ലൈനായിട്ട് ഇങ്ങനെ ഇത് വെച്ച് വേണമെങ്കിലും ചെയ്യാം. നമ്മൾ ഇന്നൊരു സാരി ബ്ലൗസിൽ ഡിസൈൻ ചെയ്യാൻ പോവുകയാണ്. സ്റ്റിച്ച് ചെയ്ത് സാരി ബ്ലൗസാണ്. സാരി ബ്ലൗസിൻ്റെ റൈറ്റ് സ്ലീവ്, നമ്മൾ ലെഫ്റ്റ് സ്ലീവിലൂടെ നമ്മൾ സാരിയുടെ തുമ്പിടുന്നതുകൊണ്ട് ലെഫ്റ്റ് സ്ലീവ് അധികം അങ്ങനെ കാണത്തില്ല, ഷോൾഡറും അധികം കാണുകയല്ലോ. റൈറ്റ് വശത്തായിട്ടേ നമുക്ക് കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ റൈറ്റ് സൈഡിലാണ് ഡിസൈൻ ചെയ്യാൻ പോകുന്നത്. ഇത് ഷോർട്ട് സ്ലീവാണ്, ബ്ലൗസിന് ഷോർട്ട് സ്ലീവാണ്. അതുകൊണ്ട് തന്നെ ഇത് ഷോൾഡറിൻ്റെ അതല്ലേ ഷോൾഡറിൻ്റെ നടുക്ക് ഭാഗമാണ്. ഞാനപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് ഒരു ഡിസൈനാണ് വരയ്ക്കാൻ പോകുന്നത്. ജസ്റ്റ് ഒന്ന് ചുമ്മാ ഒരു ഫ്രീ ഹാൻഡായിട്ട് വെറുതെ ഒന്ന് വരച്ച് വിടുന്നതേ ഉള്ളൂ. ആ വരച്ച് വിടുന്ന അതിലൂടെയാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് സാധാ വെറും പെൻസിലാണ്. പെൻസിലിൽ ഇത് തെളിയും. ഇത് ക്യാമറയിൽ കാണാൻ പറ്റുന്നുണ്ടല്ലോ, കണ്ടില്ലേ? ഇങ്ങനെ ഒരു വള്ളി പോലെ ഇങ്ങനെ വന്ന് ഇങ്ങനെ ഈ വള്ളികളും പൂക്കളും ഒക്കെ ചെയ്യുന്നതാണ് ഏറ്റവും എളുപ്പം. കാരണം അതെന്ന് പറഞ്ഞാൽ നമ്മൾ പ്രത്യേകിച്ച് ഒരു പിക്ചർ ട്രേസ് ചെയ്തിട്ടില്ല എങ്കിൽ പോലും നമ്മൾക്ക് ഇഷ്ടമുള്ളിടത്തൊക്കെ വള്ളികൾ ഇലയിൽ പൂക്കളും ഒക്കെ വയ്ക്കാൻ പറ്റും. അതിനൊരു പ്രത്യേകിച്ചൊരു ഓർഡർ ഇല്ലല്ലോ, ഇന്നിടത്തെ പൂ വരാവൂ ഇല വരാവൂ അങ്ങനെയൊന്നുമില്ല. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാൻ പറ്റുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ ഇങ്ങനെയുള്ള പിക്ചറുകൾ സെലക്ട് ചെയ്യുന്നത്. ഞാൻ ഈ വരകളിലൊക്കെ പെൻസിൽ കൊണ്ട് എനിക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. നിങ്ങൾക്ക് കാണാൻ വേണ്ടി ഞാൻ ചോക്ക് കൊണ്ടൊന്ന് റഫായിട്ട് വരച്ചതേ ഉള്ളൂ. ഈ വരകളിലൂടെയൊക്കെയാണ് വള്ളി പോലെ ചെയ്യാൻ പോകുന്നത്. വള്ളി പോലെ ചെയ്തതിന് ശേഷം നമുക്ക് അവിടെ ഇവിടെ എനിക്ക് എൻ്റെ സാരി എന്ന് പറയുമ്പോൾ ഇതിൻ്റെ സാരി എന്ന് പറഞ്ഞാൽ ബ്ലൗസിൽ ഒരു ഡിസൈനില്ല, പ്ലെയിൻ ബ്ലൗസാണ്. പക്ഷേ സാരി എന്ന് പറയുമ്പോൾ റെഡ് കളർ ബോർഡർ ഇല്ലാത്ത സാരി, മുന്താണി വന്നിട്ട് ഗ്രീൻ കളറുമാണ്. അപ്പോൾ ആ ഒരു റെഡ് കളറ് ഞാൻ ഈ ബ്ലൗസിലോട്ട് എംബ്രോയ്ഡറിയിൽ ആക്കുന്നുണ്ട്. അതേസമയം ഗോൾഡൻ കളർ സാരിയിലുള്ളതുകൊണ്ട് ഗോൾഡൻ കളർ ബീഡ്സ് കൊണ്ടാണ് ഇത് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മളുടെ നമ്പർ 12 നീഡിലാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇതിപ്പോൾ കട്ട് ബീഡ്സ് ഇട്ടാണ് ചെയ്യാൻ പോകുന്നത്. കട്ട് ബീഡ്സ് ആകുമ്പോൾ ഒരു സ്വല്പം വലുപ്പമുണ്ട്, നമുക്ക് പെട്ടെന്ന് വർക്ക് തീരാൻ പറ്റും ഷുഗർ ബീഡ്സിനേക്കാളും. അതുകൊണ്ട് കട്ട് ബീഡ്സിൽ ഞാൻ ചെയ്യാൻ പോവാണ്. ആദ്യമായിട്ട് ഞാൻ ഇവിടുന്ന് തുടങ്ങുകയാണ്. ഇവിടുന്ന് തുടങ്ങുമ്പോൾ ഇങ്ങനെ കുത്തിയെടുത്ത ശേഷം ഞാൻ ഇത് കണ്ടില്ലേ, മൂന്ന് കട്ട് ബീഡ്സ് കണ്ടില്ലേ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് ഇപ്പോൾ ഞാനിതിപ്പോൾ ഇവിടെ ഇത് ഫിക്സ് ആയിട്ടുണ്ട്. അടുത്തത് കുത്തുന്നതെന്ന് പറഞ്ഞാൽ ഇതേപോലെ 3 എണ്ണത്തിനുള്ളൊരു ഗ്യാപ്പിലാണ് ഞാൻ കുത്തിയെടുക്കുന്നത്. 3 എണ്ണം നമുക്ക് ഫില്ല് ചെയ്യാവുന്നൊരു ഗ്യാപ്പിൽ കുത്തിയെടുത്ത് 3 എണ്ണം കയറ്റിയ ശേഷം ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരെണ്ണത്തിലൂടെ തൊട്ട് പുറയിലുള്ള ഒരെണ്ണം കൂടെ കൂട്ടിയാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കണ്ടില്ലേ ഇങ്ങനെ വരുന്നു. അപ്പോൾ നമ്മുടെ ഈ ചെയ്യുന്നതിനൊരു കണ്ടിന്യൂവേഷൻ കിട്ടും. അതിനാണ് അങ്ങനെ ചെയ്യുന്നത്. നൂല് പൊങ്ങി നിൽപ്പുണ്ടെങ്കിൽ ഇവിടെ നടിയിൽ നിന്നൊന്ന് വലിച്ച് നമുക്കൊന്ന് ക്ലിയർ ആക്കിയെടുക്കാം. ഇതല്ലേ, അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ചെയ്തത്. ഇനി ശേഷം 3 എണ്ണത്തിനുള്ള ഒരു സ്പേസിൽ നമ്മൾ കുത്തി മുകളിലേക്ക് എടുക്കുവാണ്. 3 എണ്ണത്തിനുള്ള സ്പേസ് ഉണ്ട്. കുത്തിയെടുത്ത ശേഷം ഞാൻ 3 കട്ട് ബീഡ്സുകൾ കയറ്റി 3 എണ്ണം കയറ്റിയ ശേഷം ഈ ഒരെണ്ണത്തിൻ്റെ കൂടെ കൂട്ടി ചെയ്യുകയാണ്. നമ്മളുടെ ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഗ്യാപ്പ് വരാതിരിക്കാനാണ് തൊട്ട് പുറയിലുള്ള ഒരെണ്ണത്തിനെ കൂടെ കൂട്ടി നമ്മൾ അറ്റാച്ച് ചെയ്തെടുക്കുന്നത്. ഇങ്ങനെ ചെയ്ത ശേഷം ഇനി ഇത് തന്നെ റിപ്പീറ്റ് ചെയ്ത് നമ്മുടെ വള്ളികൾ ഇതേപോലെ ഫുള്ള് ചെയ്യാൻ പോവുകയാണ്. ഏതൊരാൾക്കും ഇതേപോലെ ചെയ്യാവുന്നതാണ്. കണ്ടില്ലേ, ഇനിയിപ്പോൾ 3 എണ്ണം പുറയിലേക്ക് എടുക്കുന്നു. നമ്മൾ എടുക്കുമ്പോൾ എപ്പോഴും തൊട്ട് ബാക്കിലത്തെ ഒരെണ്ണം കൂടെ കൂട്ടി എടുക്കുക. അപ്പം നമ്മളുടെ ഇത് വിട്ട് നിൽക്കാതിരിക്കും. അല്ലെങ്കിൽ 3 എണ്ണം ചിലപ്പോൾ വിട്ട് നിൽക്കും. ഇങ്ങനെ ഞാൻ ഇതൊന്ന് ഈ ഒരു വള്ളി ഫുള്ള് ചെയ്തിട്ട് ലീഫ് ചെയ്യുന്നത് കാണിക്കാം.
ഇപ്പോൾ നമ്മൾക്ക് ഒരു ലീഫ് എങ്ങനെ ചെയ്യാൻ പോകുന്നു. ലീഫ് ചെയ്യാൻ ഞാൻ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ലീഫിൻ്റെ ഇത് വരയ്ക്കാൻ പോകണം. ആ ലീഫിൻ്റെ ഞാനിതിന് പ്രത്യേകിച്ച് വരയ്ക്കുന്നൊന്നുമില്ല. അതിന് ചെയ്യാൻ പോകുന്നതിന് നേരെ എതിർ ദിശയിലാണ് ഞാൻ ആദ്യം കുത്തിയെടുക്കുന്നത്. അപ്പോൾ നമുക്കൊരു പിടുത്തം കിട്ടാൻ വേണ്ടി ശേഷം ഞാൻ ത്രെഡ് നമുക്ക് ഏത് ദിശ ചെയ്യാൻ പോകുന്നതിന് ഈ വശത്തേക്ക് ചെയ്യാൻ പോകുന്നതിന് അതിന് ഇപ്പുറത്തെ വശത്ത് കുത്തിയിട്ട് ശേഷം ഞാൻ ത്രെഡ് ഇതേപോലെ ഇങ്ങനെ വശത്തേക്ക് എടുക്കുകയാണ് ചെയ്യുന്നത്. ശേഷം എത്ര നീളം വേണം, നമ്മളുടെ ലീഫിന് എത്രയാണോ നീളം നമ്മൾ ഉദ്ദേശിക്കുന്നത് ആ ഒരു നീളത്തിൽ ഞാനൊരു 7 ബീഡിൻ്റെ നീളം ഉദ്ദേശിക്കുന്നുണ്ട്. ഇത് കട്ട് 2 ബീഡാണ് ഞാൻ എടുക്കുന്നത്. 7 ബീഡ് ഞാൻ ഇതേപോലെ കോർത്തെടുക്കുകയാണ്. ആദ്യം 7 ബീഡ്സ് ഞാൻ ഇതേപോലെ കോർത്തെടുത്ത ശേഷം ഇങ്ങനെ ചെയ്യുന്നു. ഇങ്ങനെ ചെയ്ത് എത്ര സ്പേസിലാണോ നീളം വരുന്നത് ആ ഒരു നീളത്തിൽ ഞാൻ ഇങ്ങനെ ആദ്യം ചെയ്തു. ഇതിനകത്ത് ഡൗട്ടൊന്നും ഇല്ലല്ലോ. 7 ബീഡിൻ്റെ നീളം ചെയ്തു. ശേഷം ഒരു ബീഡ് വിട്ടിട്ട് ഇനിയിപ്പോൾ ഈ ഒരു ബീഡിൻ്റെ വലുപ്പം ഞാൻ അങ്ങ് വിട്ടുകൊണ്ടാണ് അടുത്തത് കുത്തിയത്. ഇത് കണ്ടേ, ഒരു ബീഡ് വിട്ടിട്ടുള്ള സ്പേസിൽ ഞാൻ ഇതിനെ തൊട്ട് ചേർന്ന് കുത്തി. ഇനിയും 7 ബീഡ് തന്നെയാണ് ഞാൻ കോർക്കുന്നത്. അപ്പോൾ ഒരു ബീഡ് ഇതിനേക്കാളും കഴിഞ്ഞ് വിട്ടതുകൊണ്ട് ഒരു ബീഡ് എക്സ്ട്രാ നീളത്തിൽ ഇതിൽ നിന്ന് നിൽക്കും. അത് കാണിച്ചു തരാം. 7 ബീഡാണ് പിന്നെയും എടുക്കുന്നത്. ഞാൻ പിന്നെയും 7 ബീഡ്സ് എടുത്തു. 7 ബീഡ്സ് എടുത്ത ശേഷം ഇങ്ങനെ വയ്ക്കുമ്പോൾ ഇത് കണ്ടില്ലേ, അതിൽ നിന്ന് ഒരു ബീഡിൻ്റെ വലുപ്പം കൂടുതൽ എക്സ്ട്രാ നീളം വരുന്നുണ്ട്. അത് ഇവിടെ ഞാൻ കുത്തുന്നു. അപ്പോൾ ഇങ്ങനൊരു ഷേപ്പ് കിട്ടി. ശേഷം ഇനി അടുത്തത് കുത്തുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ നിന്നും ഒരു ബീഡിൻ്റെ വലുപ്പം കൂടെ കഴിഞ്ഞ് കഴിയുമ്പോഴാണ് പിന്നെ കുത്തുന്നത്. ആ കുത്തിയ ശേഷം പിന്നെയും 7 ബീഡ്സ് തന്നെ കോക്കാൻ പോവാണ്. ഈ ഒരു ഷേപ്പിലാണ് നമ്മൾ ലീഫ് ചെയ്തത്. ഈ ലീഫിൻ്റെ ഇടയ്ക്കെല്ലാം നമ്മൾ ഇടയ്ക്കൊരു സപ്പോർട്ടിങ് ആയിട്ട് ഇത്ര 7 ഇതെണ്ണം ഒരുമിച്ച് വരുന്നതുകൊണ്ട് ഇടയ്ക്കൊരു സപ്പോർട്ടിങ്ങിന് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ നൂല് കൊണ്ട് ചെയ്ത് ഇങ്ങനെ കൊടുക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു അനക്കവും ഇല്ലാതെ നല്ല ഫിക്സ് ആയിട്ടിരിക്കും. ഇങ്ങനെയാണ് നമ്മൾ ലീഫ് ചെയ്യുന്നത്. ഞാൻ ഈ വള്ളികളിലൊക്കെ ആണെങ്കിലും ഇപ്പോൾ സെൻറ്ററിൽ ഒരു റൗണ്ട് കാണുന്നുണ്ടല്ലോ, അതിന് ചുറ്റുമായിട്ട് ലേസി ഡേസിയിൽ ഒരു ഫ്ലവർ ചെയ്യാൻ പോവുകയാണ്. അതിനായിട്ട് റെഡ് കളറ് ഹാൻഡ് എംബ്രോയ്ഡറി ത്രെഡിൽ 6 ഇഴ നൂലിലാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഈ സെൻറ്ററിലെ റൗണ്ടിന് ചുറ്റുമായിട്ടാണ് ചെയ്യുന്നത് 6 ഇഴ നൂലിട്ട്. ലേസി ഡേസി ചെയ്യുന്നത് നമ്മൾ പലതവണ കാണിച്ചിട്ടുള്ളതുകൊണ്ട് ഇനി പ്രത്യേകിച്ച് ലേസി ഡേസി ചെയ്യുന്നത് ഞാൻ എടുത്ത് കാണിക്കുന്നില്ല. ലേസി ഡേസിയിൽ ഫ്ലവർ നമുക്ക് ഇഷ്ടമുള്ളിടത്തെല്ലാം ചെയ്യാം. വർക്ക് എത്രയും ഹെവി ആക്കണോ അത്രയും നമുക്ക് ഫ്ലവറുകളും ഈ വള്ളികളും ഒക്കെ ചെയ്ത് വർക്ക് ഹെവി ആക്കാവുന്നതാണ്. ഞാനിത് അധികം ഒന്നും ചെയ്യുന്നില്ല, കുറച്ച് ചെയ്ത് നിർത്തുകയാണ്. സെൻറ്ററിലൊരു പേൾ ബീഡും കൊടുക്കുന്നുണ്ട്. പിന്നെ ഫ്രഞ്ച് നോട്ടിൽ കുറച്ച് ഇങ്ങനെ ഫില്ല് ചെയ്യാൻ വേണ്ടി കുറച്ച് ചെയ്യുന്നുണ്ട്. സെൻറ്ററിലൊരു പേൾ ബീഡ് വെച്ചിട്ട് ഷുഗർ ബീഡ്സിൻ്റെ ഒരു ഫ്ലവർ പോലെ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം ഇനി അടുത്തതായിട്ട്. അപ്പോൾ ഇതിനായിട്ട് സെൻറ്ററിൽ ഞാൻ വയ്ക്കാൻ ഒരു പേൾ ബീഡാണ് എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്ഥലത്തായിട്ടാണ് ഞാനത് ചെയ്യുന്നത്. ഇവിടെയായിട്ടാണോ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഭാഗത്തായിട്ട് അതിൻ്റെ സെൻറ്ററിലായിട്ട് ഫസ്റ്റ് ഒരു പേൾ ബീഡ് വെച്ചിട്ട് നമ്മൾ ഇതേപോലെ പേൾ ബീഡ് ആദ്യം ഫിക്സ് ചെയ്യുന്നു. പേൾ ബീഡ് ഫിക്സ് ചെയ്തതിന് ശേഷം ഇപ്പോൾ പേൾ ബീഡാണ് വെച്ചിരിക്കുന്നത്. പേൾ ബീഡ് വെച്ചതിന് ശേഷം അതിൻ്റെ സൈഡിലേക്ക് പേൾ ബീഡിൻ്റെ സൈഡിൽ നമ്മൾ ഇതേപോലെ കുത്തിയെടുത്ത ശേഷം ഇനി ഷുഗർ ബീഡിലാണ് ഞാൻ ഇതിന് ചുറ്റുമായിട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു പേൾ ബീഡിന് നമ്മൾ ചുറ്റും ചെയ്യണം. ഞാൻ നേരത്തെ ചെയ്തിട്ടുള്ളതുകൊണ്ട് എനിക്കറിയാം ഒരു 10 ഷുഗർ ബീഡ് എടുത്താൽ സെൻറ്റർ കവർ ചെയ്യാൻ, ഇതിൻ്റെ ചുറ്റും കവർ ചെയ്യാൻ പറ്റും. അല്ല നമ്മൾക്ക് നേരത്തെ ചെയ്ത് അറിയത്തില്ലാത്തവർക്ക് ഒന്ന് ചുറ്റി നോക്കുക. അതേസമയം സെൻറ്ററിൽ ഈ ഷുഗർ ബീഡ് തന്നെ വെക്കുവാണെങ്കിൽ ഒരു 7 എണ്ണം 8 എണ്ണം ഒക്കെ ആകുമ്പോൾ നമ്മൾക്ക് അത് കവർ ചെയ്തെടുക്കാം. പക്ഷേ ഇത് പേൾ ബീഡ് ആയതുകൊണ്ട് പേൾ ബീഡിന് ഷുഗർ ബീഡിനേക്കാളും വലുപ്പമുള്ളതുകൊണ്ട് 10 എണ്ണത്തോളം ചെയ്യേണ്ടി വരുന്നുണ്ട്. അതുപോലെ 10 ഷുഗർ ബീഡുകൾ എടുത്തു. 10 ഷുഗർ ബീഡുകൾ എടുത്ത ശേഷം ഇങ്ങനെ കവർ ചെയ്യുമ്പോൾ ഇത് കണ്ടില്ലേ, കറക്റ്റ് അതിന് ചുറ്റുമുള്ളതുണ്ട്. അപ്പോൾ ഈ 10 ഷുഗർ ബീഡുകൾ ഇങ്ങനെ ചുറ്റി വന്ന് നമ്മൾ ഏറ്റവും ആദ്യം കുത്തിയ 1 or 2 ഷുഗർ ബീഡ് കൂടെ കൂട്ടി ഞാനിങ്ങനെ അകത്തേക്ക് കുത്തി വിടുകയാണ്. കണ്ടോ? അപ്പോൾ ഇങ്ങനെ വന്നു. ഇനിയിപ്പോൾ നമ്മൾക്ക് ഇതിൻ്റെ ഇവിടെ ഇപ്പോൾ ഒരു വശത്ത് മാത്രമല്ല കുത്ത് വന്നിട്ടുള്ളൂ. അതിനെ ഒന്ന് ഫിക്സ് ചെയ്യാനായിട്ട് ഞാൻ നേരെ ഓപ്പോസിറ്റ് ഒരു ഭാഗത്ത് ഇങ്ങനെ ഒന്ന് കുത്തി ഇവിടെ ഒന്ന് ഇങ്ങനെ ഫിക്സ് ചെയ്യുന്നു. അപ്പോൾ ആ സൈഡിൽ അത് ഫിക്സ് ആയിട്ടുണ്ട്. ശേഷം 2 സൈഡിലും കുത്താം. ഇത്രയും മാത്രം കുത്തിയാൽ തന്നെ അതാകും. എന്നാലും നമുക്ക് ഒന്നുകൂടെ ഒരു ഉറപ്പിന് വേണ്ടി 2 സൈഡിൽ കൂടി ഇടയ്ക്ക് അങ്ങനെ 2 സൈഡിലൂടെ നമ്മൾ ആദ്യം കുത്തിയതിൻ്റെ 2 സൈഡിൽ കൂടെ ഒന്ന് ഞാൻ കുത്തുകയാണ്. അപ്പോൾ ഇത് നല്ല ഫിക്സ് ആയിട്ടിരിക്കും, ഒരു രീതിയിലും ഇളകിയൊന്നും പോകുകയില്ല. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ഇതല്ലേ ഒരു നല്ല ഭംഗിയല്ലേ ഇങ്ങനെ ചെയ്യുന്നത്.
ഞാൻ അതേപോലെ ഇത് ഞാൻ ഷുഗർ ബീഡ് തന്നെ ഇട്ട് ചെയ്തതാണ്. സെൻറ്ററിൽ ഷുഗർ ബീഡാണ്, ചുറ്റും ഷുഗർ ബീഡ് തന്നെ ഇട്ട് ചെയ്തു. ഇത് പേൾ ബീഡ് സെൻറ്ററിൽ വന്ന് ഷുഗർ ബീഡ് സൈഡിൽ വരുന്ന ഇത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇതല്ലേ ഇതിനല്ലേ ഒന്നുകൂടെ ഒരു ഭംഗി വരുന്നത്. ഈ ഒരു വർക്ക് തന്നെ വേണമെങ്കിൽ നമുക്ക് ബ്ലൗസിൻ്റെയൊക്കെ സ്ലീവിൽ മാത്രം ഈ സ്ലീവ് ഫുള്ള് വേറെ ഒരു ഡിസൈൻ വരച്ചില്ല എങ്കിൽ പോലും ഈ ഒരു ഡിസൈൻ തന്നെ നമുക്ക് ബ്ലൗസിൻ്റെ സ്ലീവിൽ മാത്രം ചെയ്യണമെങ്കിലും നല്ല ഭംഗിയായിട്ട് കിട്ടും. അപ്പോൾ ഇത്രയൊക്കെ ഞാൻ ഇതിനകത്ത് ചെയ്യുന്നുള്ളൂ. ഇനിയും വേണമെങ്കിൽ നമുക്ക് ഇത് കൂടുതൽ ഫില്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതേപോലെയുള്ള വർക്കുകൾ കുറേ കൂടെ കൊടുത്തു കഴിഞ്ഞാൽ കൂടുതൽ ഇത് വരും. വേണമെങ്കിൽ വള്ളികൾ ഇതുവഴിയൊക്കെ ചെയ്യാം. ഞാനിത് ഒത്തിരി ഒന്നും ചെയ്യുന്നില്ല, ബാക്കിലേക്ക് ഇത്രയും മാത്രമേ ചെയ്തിട്ടുള്ളൂ. പിന്നെ ഞാൻ ഇതിനകത്ത് ചെയ്തെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഇത് കണ്ടില്ലേ, ഇതേപോലെ നമുക്കിങ്ങനെ വാങ്ങാൻ കിട്ടുന്നതാണ്. ഇതിന് പെയറിന് 5 രൂപ അങ്ങനെ ആയിരുന്നു തോന്നുന്നു. അപ്പോൾ 2 എണ്ണത്തിന് 5 രൂപയെ വില വരുന്നുള്ളൂ. ഇത് ഞാൻ ജസ്റ്റ് എംബ്രോയ്ഡറി നൂല് കൊണ്ട് തന്നെയാണ്, അതാകുമ്പോൾ 1-2 തവണ കുത്തിക്കഴിഞ്ഞാൽ നല്ല ഫിക്സ് ആയിട്ടിരിക്കും. എംബ്രോയ്ഡറി നൂല് കൊണ്ട് തന്നെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിച്ച് 3 എണ്ണം ഓരോ കയ്യിലും വെച്ചിട്ടുണ്ട്. ഇത്രയാണ് ഞാൻ ഈ ബ്ലൗസിൽ ഡിസൈൻ ചെയ്തത്. ഇനി ഞാൻ ഈ ബ്ലൗസ് ഒന്ന് കാണിക്കാം. ഇത് കണ്ടില്ലേ, ഇത്രയാണ് സ്ലീവിൽ വരുന്ന ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മനസ്സിലായാൽ മാത്രം പോരാ, എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയെന്ന് പറഞ്ഞാൽ നമുക്ക് പഴയ സ്റ്റിച്ച് ചെയ്ത ചുരിദാറുകൾ, പ്ലെയിൻ ആയിട്ടുള്ള ചുരിദാറുകളിലോ അല്ലെങ്കിൽ സാരി ബ്ലൗസുകളിലോ ഒക്കെ, സാരി ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യുന്ന എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തന്നല്ലോ, അതുപോലെ സ്റ്റിച്ച് ചെയ്ത ബ്ലൗസുകളിലൊക്കെ ആദ്യം പരീക്ഷിക്കുക. എന്നിട്ട് പുതിയതിൽ നമുക്ക് പരീക്ഷിക്കാം. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. പുതിയൊരു ക്ലാസ്സുമായി ഉടൻ തന്നെ വരുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.